വേഗം തന്നെ ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ആ ഹെയർ കളറും കൂടെ ചെയ്തേക്ക്, ഹെയർ കളർ നല്ലതല്ലേ. ഞാൻ പറഞ്ഞു സാർ അത് വേണോ ചോദിച്ചു. അവർക്ക് ഇങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ. ആക്ച്വലി ഇത് വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ശരിക്കും ഇരിക്കുന്നത്. ഫോണൊക്കെ കാണിച്ചു കൊടുക്കുക എന്റെ പഴയ ഫോട്ടോ ഒക്കെ. എനിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇവരിങ്ങനെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അല്ലേ തന്നെ കുറച്ച് വലിയ ഇത് ആദ്യം തന്നെ ഇത് എന്ത് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുക. ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും പുള്ളി നോട്ടീസ് ചെയ്യും. എന്റെ പല്ല് പോലും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ആള് പെർഫോം ചെയ്യണ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്, കണ്ണിലൊക്കെ നോക്കും, എങ്ങനെയാ കൈയൊക്കെ നോക്കും ഞാൻ. ഹായ് ഗൈസ്, വെൽക്കം ടു കാൻഡി ടോക്സ്. ഇന്ന് എൻ്റെ കൂടെ കാൻഡി ടോക്സിൻ്റെ ഫ്ലോറിലുള്ളത് ടെർബോയിലെ നിരഞ്ജന, നമ്മുടെ സ്വന്തം ആമിനയാണ്. വെൽക്കം ടു ദ ഫ്ലോർ. താങ്ക് യു. എങ്ങനെ പോകുന്നു ടെർബോ കഴിഞ്ഞിട്ടുള്ള ലൈഫ്? ടെർബോ കഴിഞ്ഞിട്ട് നല്ലോണം പോകുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സ് എല്ലാരും വിളിക്കുന്നുണ്ട്, എന്നിട്ട് കണ്ടു നന്നായിട്ട് ചെയ്തു ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നുണ്ട്. അതൊക്കെ കൂടുന്നുണ്ട്. അതെ അതെ. ആളുകളൊക്കെ പുറത്തു പോകുമ്പോൾ നന്നായി അങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ നല്ലോണം പോകുന്നു. ഓക്കെ, നമുക്ക് ടെർബോനെ പറ്റി സംസാരിക്കാം. ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടായിരുന്നു, 3 വർഷം മുന്നേ വൈശാഖ് സാറിന് ഇതേപോലെ ഒരു മെസ്സേജ് അയച്ചിട്ടായിരുന്നു റോൾ ഉണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ വിളിച്ചത് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അല്ലേ? ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ നിൽക്കോ അങ്ങനെയൊക്കെ? പിന്നെ ആലോചിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു 3 വർഷം കഴിഞ്ഞിട്ട് വിളിച്ചപ്പോ? പുള്ളിക്കാരൻ അത് ഓർത്തിരുന്നായിരുന്നോ? അതല്ല, ആളിത് കണ്ടിട്ടില്ല. മെസ്സേജസിൽ ഇത് കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കണ്ടിട്ടില്ല. മേ ബി കുറെ മെസ്സേജസ് ആൾക്ക് വരുന്നുണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ കൂട്ടത്തില് കിടന്നിട്ടുണ്ടാവും. പിന്നെ എനിക്കറിയത്തില്ല, 3 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം അപ്രതീക്ഷിതമായി ഈ അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് വരുക. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ വൈശാഖ് സാറ് റിപ്ലൈ അയച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു മൂവി ഉണ്ട്, മമ്മൂക്കയുടെ കൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ എനിക്ക് ഓക്കെ അവന് നല്ലതാണല്ലോ. പിന്നെ കൂടുതൽ എനിക്ക് ആക്ച്വലി അറിയത്തില്ലായിരുന്നു മമ്മൂട്ടി കമ്പനിയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്റർ മിഥുൻ ചേട്ടനാണെന്ന് എനിക്കറിയാം, വൈശാഖ് സാറാണ് ഡയറക്ടർ എന്ന് അറിയാം. കൂടുതൽ ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു പടത്തിന്റെ. പിന്നെ അതിനുശേഷം ഇവരെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈശാഖ് സാറിനെ ഞാൻ നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ മിഥുൻ ചേട്ടനാണെങ്കിൽ ഞാൻ പുള്ളിയോടെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ മിഥുൻ ചേട്ടനാണ് എന്നെ ഒന്ന് ഹൈപ്പപ്പ് ചെയ്തത്. അവള് നല്ലോണം ചെയ്യും, അവള് ഇങ്ങനെ എന്റെ പടത്തിലാണ് ഫസ്റ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈപ്പപ്പ് ചെയ്തത് മിഥുൻ ചേട്ടനാണ്. അപ്പം വൈശാഖ് സാറ് ജസ്റ്റ് പുള്ളിക്കും ഓക്കെ ആവണമല്ലോ, ലുക്ക് ഓക്കെ ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ എന്നെ കണ്ടിട്ട് വൈശാഖ് സാർ അപ്പൊ തന്നെ നമ്മുടെ ആ ക്യാരക്ടറിന് ഓക്കെയാണ്, അതിന് പറ്റിയ ലുക്കാണെന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ പറഞ്ഞു. അപ്പം സന്തോഷം, ഓക്കെ സെറ്റ് ആയാലോ. അപ്പോഴും എനിക്ക് അറിയത്തില്ല കൂടുതൽ ഇതിന്റെ കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം ലുക്ക് ലെങ്ത് ഉള്ള റോളാന്നൊന്നും അപ്പൊ അറിയില്ല. ഇല്ല, പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞു അത്യാവശ്യം മമ്മൂക്കയായിട്ട് നല്ല കോമ്പിനേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത്ര എനിക്ക് അറിയത്തുള്ളൂ. അല്ലാതെ കൂടുതൽ ഈ ക്യാരക്ടർ എന്താണെന്നോ ഇതിന്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ്, ഇതില് എന്താണ് ഒന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണ് അത് വന്നപ്പോ തന്നെ എനിക്ക് സന്തോഷമായി. ഇപ്പൊ തന്നെ പറഞ്ഞു, ഇപ്പൊ മിഥുൻ ചേട്ടൻ പറഞ്ഞായിരുന്നു എന്റെ കൂടെയാണ്. അതേതായിരുന്നു ആ മൂവി? ഞാൻ 5ാം പാതിരയില് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് മിഥുൻ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് നായിക എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം 5ാം പാതിരയിൽ ഒരു ക്യാരക്ടർ റോള് ചെയ്തു. പിന്നെ ത്രൂ ഔട്ട് ആയിട്ട് നല്ലൊരു റോള് ചെയ്തത് ടെർബോ ആണ്. അതെ. എങ്ങനെയാ നായികനിലോട്ടുള്ള എൻട്രി? ഓഡിഷൻ. അതിങ്ങനെ കോള് വന്നപ്പം ജസ്റ്റ് ഞാനിങ്ങനെ ബയോഡേറ്റ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ബയോഡേറ്റ നോക്കിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ ഇതേപോലെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്, ഓഡിഷന് വരണം എന്ന്. അപ്പോൾ ഫസ്റ്റ് ഓഡിഷന്റെ ടൈമിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. ബിക്കോസ് എനിക്ക് കറക്റ്റ് ആ സമയത്ത് തന്നെ ചിക്കൻ ബോക്സ് വന്നു. അയ്യോ അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് പോയി ഇത്. അപ്പൊ ഞാൻ ഭയങ്കര വിഷമത്തോടെ അവർ വിളിച്ച് പറഞ്ഞു, ചേട്ടാ എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ചിക്കൻ ബോക്സ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്ത പെർഫോമൻസസോ എന്തെങ്കിലും ഉണ്ടോ, അതാവുമ്പോ നമുക്ക് അത് വെച്ചിട്ട് അവർക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം അത് ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുഞ്ഞു വർക്ക്. ഞാനൊരു മ്യൂസിക് വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തത്. അതില് നിമിഷ് രവിയാണ് അതിന്റെ DOP ആയിട്ട് ചെയ്തത്. ഞാനും നിമിഷും കൂടെ ഒരു വർക്ക് ചെയ്തതായിരുന്നു. അപ്പൊ അതായിരുന്നു എനിക്ക് അതിലിങ്ങനെ എന്റെ ബ്യൂട്ടി ഷോട്ട്സ് ആണ് കൂടുതലും. ഒരു കവറാണ്
ആഫ്രീൻ എന്ന് പറയുന്ന സോങ്ങിന്റെ കവർ സോങ്. അപ്പൊ അതിൽ എന്റെ ബ്യൂട്ടി ഷോട്ട്സ്, എന്റെ സ്മൈല്, ഞാൻ ലാൻഡേൺ പിടിച്ചിട്ടിരിക്കുന്ന അങ്ങനത്തെ ഇതൊക്കെയാണ്. അപ്പൊ നിമിഷം നല്ല രീതിയിൽ അത് ഷൂട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. മൂൺ ലൈറ്റിലായിരുന്നു ഷൂട്ട് ചെയ്തത്. നല്ല ഭംഗിയാണ് ആ സംഭവം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കാണിച്ചാല് നല്ലതാണ്, പക്ഷെ അന്ന് അത് ഇറങ്ങിയില്ല. അപ്പൊ ഞാനിങ്ങനെ അയ്യോ ഇത് ഇറങ്ങിയില്ലല്ലോ, ഇതിപ്പോ ഇവർക്ക് എന്ത് കാണിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഡിസപ്പോയിന്റഡ് ആയി. അപ്പൊ അവര് പറഞ്ഞു എന്തെങ്കിലും ചെയ്തത് മതി, എന്തെങ്കിലും മറ്റേ ഡബ് സ്മാഷ് ആയാലും മതി. അന്ന് മ്യൂസിക്കലി അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ടിക്ടോക്കിനൊക്കെ മുന്നേ. ടിക്ടോക്കിന് ഒരുപാട് മുന്നേ. അപ്പൊ മ്യൂസിക്കലി അതൊക്കെയായിരുന്നു. അതാണേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വിശ്വ, നമ്മുടെ നായികാനായകനുള്ള വിശ്വയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തൊരു മ്യൂസിക്കലി ഒരു സാധനമുണ്ട്. അപ്പൊ അത് ഞാൻ അയച്ചു കൊടുത്തു, ചേട്ടാ തൽക്കാലം ഇത് മാത്രമേ ഉള്ളൂ, ഇത് ഞാൻ കൊടുത്തു. അപ്പൊ അവരത് കണ്ടപ്പം അവർക്കത് ഇഷ്ടപ്പെട്ടു. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്നെയും ഇതില് ഫസ്റ്റ് റൗണ്ടിൽ കയറ്റി, വിശ്വേനെയും കയറ്റി. വിശ്വ ഇതിലൊന്നും പെടാത്ത ഒരാളായിരുന്നു. അപ്ലൈ ചെയ്തിട്ടില്ല. അവർക്ക് എന്നെയും വിശ്വേനെ ഇഷ്ടപ്പെട്ടിട്ട് ഫസ്റ്റ് റൗണ്ട് നമ്മള് അങ്ങനെ കയറ്റി വിട്ടു. അങ്ങനെയാണ് വിശ്വ ഇതിലേക്ക് വരുന്നത്. ഞാൻ കാരണമാണ് വിശ്വ വന്നത്. അപ്പം അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് റൗണ്ട് അപ്പത്തേക്കും എന്റെ ചിക്കൻ പോക്സിന്റെ ഇതൊക്കെ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴും. പക്ഷെ രണ്ട് കൽപ്പിച്ച് ഞാൻ പോയി. പിന്നെ സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, 4 റൗണ്ട്സ് ഓഡിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നായികാനായകൻ മെയിൻ ഷോയിലേക്ക് എത്തുന്നത്. ഓക്കെ. ഇപ്പം ടർബോന്റെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ അവരൊരു ബ്രീഫ് തന്നിരുന്നു, ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, എന്തൊക്കെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ? ശരിക്കും ഈ ക്യാരക്ടറിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, എടുത്തു നിൽക്കുന്നതായിരിക്കും, ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെക്കാളും എടുത്തു നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും എന്നൊക്കെയുള്ള ഒരു സാധനം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതല്ലാതെ കൂടുതൽ എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടിയപ്പോഴാണ് അതിന്റെ ക്യാരക്ടറൈസേഷൻ കൂടുതൽ എനിക്ക് മനസ്സിലായത്. അപ്പൊ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചപ്പം എനിക്ക് ഏകദേശം പിടികിട്ടി. പിന്നെ ഇതിന്റെ പ്രിപ്പറേഷൻസ് ഇപ്പൊ ഞാൻ ചെയ്തത് ഇങ്ങനത്തെ വൈബ്രന്റ് സാധനം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം മനസ്സിലായി. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇതിൽ ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇതിന്റെ കോസ്റ്റ്യൂമും ഇതിന്റെ ലുക്കും അത് വൈശാഖ് സർ എനിക്ക് അതിന് ഫ്രീഡം തന്നു ഇതാക്കാനായിട്ട്. പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, അമിന ഹെയർ നമുക്ക് എങ്ങനെയാണ്, നിന്റെ ഹെയർ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി? ബിക്കോസ് ആ ക്യാരക്ടർ കുറച്ചുകൂടെ ചെറിയ കുട്ടി, അങ്ങനെ ഒരു ക്യാരക്ടർ 21 ഇയേഴ്സ് അത്രേ ഉള്ളൂ ആ ക്യാരക്ടറിന്. അപ്പം എൻ്റെ അന്ന് കുറച്ചും കൂടെ ലോങ് ഹെയർ ആയിരുന്നു. അപ്പം എന്നെ കുറച്ചുകൂടെ കുട്ടിയാക്കണം. അപ്പൊ അതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ആണ് എനിക്ക് മനസ്സിലായത് പുള്ളി ചോദിച്ചപ്പോ. അപ്പം ഞാൻ പറഞ്ഞു, സാർ നമുക്ക് ഷോർട്ട് ആക്കാം ഹെയർ എന്ന് പറഞ്ഞു. അപ്പത്തേക്കും പുള്ളി പറഞ്ഞു, ഓക്കെ എന്നാൽ നീ കുറച്ച് റെഫറൻസ് അയക്ക്, എന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് കൺഫേം ആക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കോസ്റ്റ്യൂംസ് ഒക്കെ നിനക്ക് എന്താണ് ഇതിൽ ചേഞ്ച്, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക, എല്ലാവരുടെയും നമ്മൾ ക്യാരക്ടേഴ്സ് നമുക്ക് കുറച്ച് ചേഞ്ച് ആക്കാൻ നോക്കുന്നുണ്ട്, നിൻ്റെത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, നീ ഒന്ന് നോക്കുക എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ കുത്തിയിരുന്ന് രാത്രി മൊത്തം ഇരുന്ന് ഇതിന്റെ റെഫറൻസ് ഫുൾ കണ്ടുപിടിച്ചു. എൻ്റെ തന്നെ എനിക്ക് സ്റ്റൈലിംഗ് ഒക്കെ ഇഷ്ടമാണ്. എനിക്ക് സ്റ്റൈലിംഗ് ഇപ്പം സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ എൻ്റെ ഒരു രീതിയിൽ ഞാനത് കുറച്ച് വൈബ്രന്റ് സാധനം ആയത് കാരണം കുറച്ച് കളർഫുൾ ആയിട്ട് ഞാനത് കുറച്ച് റെഫറൻസസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ സാറിന് അത് ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞാൽ ഇത് നല്ലതാ, ഞാൻ എന്തായാലും അവർക്ക് ഫോർവേഡ് ചെയ്യാം, എന്നിട്ട് അവർക്ക് ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് സ്റ്റൈലിംഗ് ടീമിന് അവര് കണ്ടുപിടിക്കുമല്ലോ. അപ്പൊ നമ്മൾ റെഫറൻസ് അയച്ചു കൊടുക്കുമ്പോൾ അപ്പൊ അവര് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് ഇത് ചെയ്യും. ഞാൻ കുറച്ച് ഫ്രണ്ടിൽ ഫ്രിഞ്ചസ് ഇടാം അങ്ങനെ വിചാരിച്ചു, കുറച്ചും കൂടെ എന്താ ചെറുതായിട്ട് തോന്നണമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ മൊത്തത്തിൽ ഷോർട്ട് ആക്കിയിട്ട് ഫ്രണ്ടിൽ ഫ്രിഞ്ചസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ റെഫറൻസ് ഞാൻ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ആ റെഫറൻസിൽ കളർ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് അത് ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ഇഷ്ടമായി. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ അപ്പൊ ഞാൻ വേഗം തന്നെ ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ആ ഹെയർ കളറും കൂടെ ചെയ്തേക്ക്, ഹെയർ കളർ നല്ലതല്ലേ. ഞാൻ പറഞ്ഞു, സാർ അത് വേണോ ചോദിച്ചു. ബിക്കോസ് ഞാൻ അങ്ങനെ കളറൊന്നും ചെയ്യുന്ന ആളല്ല. അപ്പൊ എനിക്കൊന്ന് ജീവിതത്തിന്റെ ആകെ ഒരു പ്രാവശ്യം കണ്ട് ഞാൻ കളർ ചെയ്തുള്ളൂ. അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ വെട്ടിക്കളഞ്ഞു. അപ്പം അങ്ങനത്തെ ഞാനത് കളർ ചെയ്യുന്ന. അപ്പൊ ഞാൻ സാറ് വേണമെന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു, അതിനെന്താ നിന്റെ ഹെയർ നല്ല ചെയ്തു, നീ ധൈര്യമായിട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല, അത് സെറ്റാണ്, ഒരു ചേഞ്ച് വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. ആവശ്യമില്ലാതെ മോട്ടിവേഷൻ തന്ന പുള്ളി ഞാൻ പോയി കളർ ചെയ്തു. എന്നിട്ട് ഇതെനിക്ക് കളർ ചെയ്ത് വാഷ് ചെയ്തപ്പോഴും എന്നെ തല ഇങ്ങനെ കത്തി നിൽക്കുക. നല്ല കളറായിരുന്നു അല്ലേ ആ സമയത്ത്? ഞാനാണെങ്കിൽ ഇതും കൊണ്ട് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കും എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. എന്നിട്ട് അവസാനം ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാൻ എന്തായാലും സാറത്ത് പറയാം, ഫോട്ടോ അയച്ചു കൊടുക്കാം,
ഇൻ കേസ് ഇനി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് മാറ്റും, എന്തെങ്കിലും ചെയ്യാമല്ലോ. അപ്പം ഞാൻ സലൂണിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ സാറിന് ഞാൻ മുടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു. സാർ ഇതാണ് ഹെയർ കളർ, ഓക്കെ ആണോ ഇത്? അപ്പൊ പുള്ളി പറഞ്ഞു അതിനെന്താ സെറ്റ്, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ, ചിലപ്പോ നമുക്ക് നമ്മളെ കാണുന്നോണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തോന്നുന്നു. അതെ അതെ, അതുമായിരിക്കും. പിന്നെ അടുത്ത ദിവസം ലുക്ക് ടെസ്റ്റ് ആണ് നമ്മുടെ. അപ്പൊ ഞാൻ ഈ മറന്നുപോയി, ഈ ഹെയർ കളർ ഒക്കെ ചെയ്തത് മറന്നുപോയി. രാവിലെ എണീച്ചിട്ട് ബ്രഷ് ചെയ്യാൻ ചെന്നപ്പോഴാണ് ആരോ തോല ഇങ്ങനെ കത്തി നിക്കുക. ഏതായിരുന്നു കളറിന്റെ ഷെയ്ഡ്? ഒരു കാരമലാണോ, ഒരു അല്ല കോപ്പർ കളർ ആയിരുന്നു അത്, ഒരു കോപ്പർ കളർ. പക്ഷെ ആക്ച്വലി ഇത് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഷ് ചെയ്തില്ല. അവര് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ വാഷ് ചെയ്തിട്ടാണ് കളർ ചെയ്തത്. ഞാൻ അതുപോലെ തന്നെ പോയി കിടന്ന് ഉറങ്ങി, രാവിലെ അതുപോലെ തന്നെ എണീറ്റു. ഇത് ശരിക്കും 1-2 വാഷ് കഴിഞ്ഞിട്ട് ഇത് ടോൺ ഡൗൺ ആയി നമ്മുടെ ഒരു ഇതിലേക്ക് കളറിലോട്ട്. അതായിരുന്നു ആക്ച്വലി ഇനീഷ്യലി ഉള്ള പ്രശ്നം. എനിക്കിത് മനസ്സിലായില്ല. പിന്നെ ലുക്ക് ടെസ്റ്റിന് എല്ലാരും ഉണ്ടാവും, നമ്മുടെ ബിന്ദു ചേച്ചി എല്ലാരും ഉണ്ടായിരുന്നു, ബിന്ദു ചേച്ചി, അഞ്ജന, നിരഞ്ജന എല്ലാരും ഉണ്ടായിരുന്നു. ഗേൾസ് നമ്മൾ ഇവരൊക്കെയാണല്ലോ. അപ്പൊ ഇവരൊക്കെ എന്തായാലും പരിചയപ്പെട്ടു വന്നവരെ. അപ്പൊ ഇവരെന്നെ ആദ്യം തന്നെ കാണുന്ന ഈ കോലത്തിലായിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ പോയപ്പോ അവർക്കിങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ, ആക്ച്വലി ഇത് പറയാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ, ഇങ്ങനെയാണ് ഞാൻ ശരിക്കും ഇരിക്കുന്നത്, ഫോണൊക്കെ കാണിച്ചു കൊടുക്കുക എന്റെ പഴയ ഫോട്ടോ ഒക്കെ. അപ്പൊ അവരിങ്ങനെ ഓ ആണല്ലേ, ഓ ഇത്രയും മുടിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ പറയായിരുന്നു. അപ്പൊ അത്രയും കോംപ്ലക്സ് ആയിരുന്നു. പിന്നെ എനിക്ക് അതുമായിട്ട് സെറ്റായി. ഇതൊക്കെയാണ് ക്യാരക്ടറിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഇപ്പൊ തലയിൽ ആ കളർ ഇല്ലല്ലോ? ഇല്ല, ഞാനത് മാറ്റി പടം കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാനത് ഓടിപ്പോയി മാറ്റി. അത് ഇപ്പം ആ ഒരു ഫിലിമില് ഭയങ്കര കുറച്ച് ഹൈപ്പർ ആയിട്ടുള്ള നല്ല ചാടി നടക്കുന്ന അങ്ങനത്തെ ഒരു കുട്ടിയാണ്. ശരിക്കും റിയൽ ലൈഫിൽ ആമിന എങ്ങനെയാണോ അതോ ഭയങ്കര ഒതുങ്ങിയിരിക്കുന്ന? ഞാൻ ശരിക്കും റിയൽ ലൈഫിൽ ഭയങ്കര ഒരു അൺപ്രഡിക്റ്റബിൾ ആംബിവേർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എപ്പോ വേണമെങ്കിലും മാറാം. ഒരു സമയത്ത് ഇപ്പൊ സോഷ്യൽ ആവേണ്ട സമയത്ത് ഞാൻ ഭയങ്കര സോഷ്യലായിട്ട് ഓവറാക്കി, ചിലപ്പോ ഓവറായാലുള്ള കുഴപ്പം ഞാൻ എന്തിന് ഇത്ര സംസാരിച്ചു, അങ്ങനെ ഒരു ഞാൻ എക്സ്ട്രോവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ശേഷം ഞാൻ റിഗ്രറ്റ് ചെയ്യും, ഞാൻ ഇത്രയും മിണ്ടണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നും. അല്ലാതെ ഇൻട്രോവേർട്ട് ആണെങ്കിൽ പിന്നെ എനിക്ക് എന്റെ സ്പേസ്, എന്റെ സ്ഥലം, സോറി എന്റെ അതെ അതെ അതെ, എനിക്ക് എന്റെ പൂച്ചകൾ, എന്റെ ലോകം. ഇപ്പം റിയൽ ലൈഫിലാണെങ്കിൽ എനിക്ക് എപ്പോഴും ഞാൻ വീട്ടിൽ തന്നെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതന്നെ ഭയങ്കര കുറവാ. എന്റെ പൂച്ചകളും എന്നെ പോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പിന്നെ അവരിങ്ങനെ ഇറങ്ങാറൊക്കെ ഉണ്ട്, പക്ഷേ ഇതേപോലെ ഈ എന്താ അത്രയൊന്നും അവര് ഇഷ്ടപ്പെടുന്നതല്ല. ഈ ഒരുപാട് ആൾക്കാര്, ക്രൗഡ്, ഇതൊന്നും അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് ഒതുങ്ങി വീട്ടിൽ ഇരിക്കണം. ഇത് തന്നെയാണ് എന്റെയും ഇഷ്ടം. അപ്പൊ നമ്മുടെ താല്പര്യങ്ങളൊക്കെ ഞങ്ങള് കിടന്ന് ഉറങ്ങും, നമ്മള് സീരീസ് കാണും, അതൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കും കിടന്ന്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇപ്പൊ കാറ്റ് മോമോ എന്ന് പറഞ്ഞു, എത്ര കാറ്റ് ഉണ്ട് വീട്ടില്? ഇപ്പൊ 4 cats ഉണ്ട്. ചിലപ്പോ ഇനിയും കൂടും, ബിക്കോസ് എന്റെ പൂച്ച പ്രഗ്നന്റ് ആണ്. എണ്ണം കൂടട്ടെ, റെസ്ക്യൂ ഒക്കെ കൂടട്ടെ. ഇപ്പൊ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഷോട്ട് ആമിനെ വെച്ച സ്റ്റാർട്ട് ചെയ്തത്, അതായത് ടെർബോ എന്ന ഫിലിമിലെ ഫസ്റ്റ് ഷോട്ട്. അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം വേറൊരാൾ അഭിനയിച്ച് കണ്ടില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ മൂവിയുടെ ഒരു മൂഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ വൈശാഖ് സാർ എന്ന് പറയുന്ന ഡയറക്ടർ എങ്ങനെയാന്ന് കണ്ടിട്ടില്ല, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഒന്നും പറയണ്ട, ഞാൻ ടെൻഷൻ അടിച്ച് ചത്തു. അത് മാത്രല്ല, എനിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇവരിങ്ങനെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അല്ലേ തന്നെ കുറച്ച് അയ്യോ ഇത് ആദ്യം തന്നെ ഇത് എന്ത് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഇവര് മേക്കപ്പ് ചെയ്യുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, ഓ ആമിനെ വെച്ചാണ് തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം എന്തോ പറഞ്ഞു. ഇത് ആമിനയുടെ വെച്ച് തുടങ്ങുന്നുണ്ട്, പടം വിജയമായിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് മോശമായതാവും അങ്ങനെയൊക്കെ ഒരു രീതിയിലുള്ള. അപ്പൊ ഇത് അങ്ങനെയൊന്നും അല്ലെന്ന് നമുക്കറിയാം. എന്നാ പോലും ഇവരിങ്ങനെ പ്രഷർ തന്നോണ്ടിരിക്കുമ്പോ നമ്മൾ തന്നെ വിചാരിച്ചല്ലോ, അയ്യോ ഇതിനിപ്പോ എന്തിനും കൂടെ നമ്മൾ ചവിട്ടിക്കൂട്ടു എന്നുള്ള ഒരു സാധനം നമുക്ക് വരും. എനിക്ക് ഭയങ്കര ടെൻഷനായി. എല്ലാരും വരുന്നവരും പോകുന്നവരും ഒക്കെ ഇത് തന്നെ പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് ഫുൾ ആ സമയത്ത് വായിച്ച് കഴിഞ്ഞിട്ടും ഇല്ലായിരുന്നു. 2 days ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണതിന് 2 days മുന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അത് കാരണം ഇതിന്റെ ലാസ്റ്റ് കുറച്ച് ഭാഗം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ കഥ എങ്ങനെയാണ് പോകുന്നത് അതെനിക്കറിയാം. പക്ഷെ
ആ സീൻ അപ്പൊ ഞാൻ സ്കൂട്ടർ ഓടിച്ചപ്പോ ഒരു സീൻ ഉണ്ടായില്ലേ, ഞാൻ സ്കൂട്ടർ അതായത് ആ വീട്ടിലോട്ട് കേറുന്നേ വീട്ടിലോട്ട് കയറുന്നതല്ല, സ്കൂട്ടർ ഓടിച്ച് അതാണെങ്കിൽ വലിയ ടെൻഷൻ ഇല്ല, അതിൽ വേറെ ആൾക്കാരും അതൊക്കെ. ഇത് ഒറ്റയ്ക്കുള്ള ഞാൻ റോഡിൽ കൂടെ സ്കൂട്ടർ ഓടിക്കുന്ന ഒരു സീനുണ്ട്. കോയമ്പത്തൂരിലാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അത് എപ്പോഴായിരുന്നു സീൻ? അത് ശരിക്കും ഇങ്ങനെ ഇന്ദുലേഖ വിളിക്കും, എന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കും കുറച്ച് കാര്യങ്ങൾ. ലൈക്ക് എന്റെ സിസ്റ്റർ അഞ്ജന, പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും സീരിയസ് ആയിട്ട്. അപ്പോഴാണ് ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ഞാനത് കേൾക്കുന്നത്, സംസാരിക്കുന്നത്. ആ സീനാണ് ഫസ്റ്റ് മൊത്തം മൂവിയിൽ ഫസ്റ്റ് എടുത്ത ഷോട്ട്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല ഞാൻ സ്കൂട്ടർ ഓടിച്ച് എങ്ങോട്ടാ പോകുന്നത്, ഇത് എന്തിനാണ് വിളിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എപ്പോഴും അവിടെ എത്തിയിട്ടില്ല വായിച്ചു അപ്പൊ നിരഞ്ജന അപ്പൊ ഞാനിങ്ങനെ ഇവരെന്റെ അടുത്ത് പറഞ്ഞു ആ സീൻ ഇതാണ് ആമിന നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആമിന ഇങ്ങനെ ഇത് ഇന്ദുലേഖ വിളിക്കും ഇതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ബ്രീഫ് തന്നു. പക്ഷെ നമുക്കത് കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇത് ആ ഇമോഷൻ കൺസീവ് ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റുവേഷൻ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ സ്കൂട്ടർ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ പറയാൻ നാണൊക്കെ അടച്ചു കേട്ടോ, ഇതൊന്ന് പറഞ്ഞു തരാമോന്നൊക്കെ. പിന്നെ ഇവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. പൂജ കഴിഞ്ഞ് പൂജയ്ക്ക് ഞാൻ ഇല്ലായിരുന്നു, ബിക്കോസ് പൂജ സമയത്ത് എന്നെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുക. പൂജ കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ഫസ്റ്റ് അത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ആ സീനില്. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്കൂട്ടറും ഞാനും ഒരു ഹെൽമെറ്റും ഒരു ഫോണും ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് റോഡിലാണ്. അപ്പോൾ ഞാൻ നിരഞ്ജൻ അപ്പം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നിരഞ്ജനോട് ചോദിച്ചു, നിരഞ്ജൻ ആക്ച്വലി ഇത് എങ്ങനെയാണെന്ന്, ഞാൻ എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചു. അപ്പം നിരഞ്ജന ഇരുന്ന് ഇങ്ങനെ പറയുക, കഥ ഇങ്ങനെ പറഞ്ഞു തരുമോ എനിക്ക്. അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എന്നിട്ട് അവിടെ എത്തണില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവര് വിളിച്ച് ചോട്ടർ റെഡിയാന്ന് പറഞ്ഞിട്ട് ഞാൻ തീർന്നു. ശരിയെന്ന് എല്ലാം തീരുമാനമായി. ഞാൻ ഇറങ്ങി. എന്നിട്ട് പക്ഷെ ഫസ്റ്റ് ടേക്കിന് തന്നെ ഓക്കെ ആയി, നല്ലായിരുന്നു. അത്യാവശ്യം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയിട്ട് വൈശാഖ് സാർ പറഞ്ഞു മോളെ നല്ലോണം ചെയ്തിട്ടുണ്ടോ കേട്ടോ, നല്ലോണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. ഓക്കെ സെറ്റായി. പിന്നെ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് അത് ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഫസ്റ്റ് സീൻ തന്നെ. അത് എൻ്റെ മുഖം, അതും കുറെ കാര്യങ്ങൾ എനിക്ക് നോക്കണമായിരുന്നു. റോഡിലും കൂടെ ആയത് ഷൂട്ടായത് കാരണം ഫോണും വിളിക്കണം, സ്കൂട്ടറും ഓടിക്കണം, അവര് പറയണ പോയിന്റിൽ കൊണ്ടുപോയി പാർക്കും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ കൂടെ എനിക്ക് കഥ അറിയില്ല എന്നുള്ള അപ്പൊ ഇതെല്ലാം കൂടെ ആയിട്ട് ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. ഈ ടർബോ എന്ന് പറയുന്ന മൂവി സെറ്റിലെ ഏറ്റവും ചെറിയ കുട്ടി അമ്മിനെയായിരുന്നു. അതെ. അപ്പൊ അവരെങ്ങനെയാ ഒരു TCO എങ്ങനെയായിരുന്നു? മാത്രം സമയം രാവിലെ ഞാനാണ് സ്ഥിരം ബലിയാട്. അതെ അതെ അതെ, ബലിയാട് തന്നെയായിരുന്നു. എന്തെങ്കിലും വന്നിപ്പോ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറയാം. അപ്പൊ ഗുഡ് മോർണിംഗ് പറയുമ്പോ തന്നെ ഞാൻ ആദ്യം ഗുഡ് മോർണിംഗ് ആക്കിയ ഗുഡ് മോർണിംഗ് അപ്പൊ തന്നെ ഞാൻ വിചാരിക്കും അയ്യോ ഇന്ന് എന്ത് പറഞ്ഞാണോ അങ്ങനെ ഒരു സാധനം. പിന്നെ എന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ലൂസ് ആയിട്ടുള്ള ബാഗി പാൻസ് ആണെങ്കിലും ബാഗി പാൻസ്, കൈ ആണെങ്കിലും ഫുൾ കൈ, കുറച്ച് ലൂസ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് ഉള്ളത് മൊത്തത്തില്. അപ്പൊ എപ്പോഴും പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കളിയാക്കും. നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഓ ചേച്ചിയുടെ ഉടുപ്പാണോ വന്നിട്ടേക്കുന്നത്, സ്വന്തമായിട്ട് ഉടുപ്പൊന്നും ഇല്ലേ, വെറുതെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അപ്പൊ ഒരു ദിവസം നമ്മളിങ്ങനെ സീരിയസ് ആയിട്ടൊരു സീൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആക്ഷൻ പറയുമ്പോഴത്തേക്കും ഇവര് പെട്ടെന്ന് ക്യാരക്ടറിലേക്ക് ജമ്പിൻ ചെയ്യും. ഞാൻ മാത്രം ഇപ്പൊ എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഹാങ് ഓവറിലായി പോകും നമ്മൾ. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അത് പേടിച്ചിട്ട് ഞാനിങ്ങനെ സീരിയസ് സീൻ ആയത് കാരണം അധികം ആരുടെയും തമാശക്ക് ചിരിക്കാതെ ഞാൻ മാക്സിമം ആരുടെയും മുഖത്തൊക്കെ താഴ്ന്നു ആക്ഷൻ പറഞ്ഞാൽ മാത്രം ഞാൻ അഭിനയിക്കും. അങ്ങനെ ഞാൻ കുറച്ച് കൺട്രോൾ റെഡി നിൽക്കുകയാണ്. മമ്മൂക്കയുണ്ട്, അഞ്ജനയുണ്ട്, ഞാനുണ്ട്. അപ്പം നമ്മൾ ഈ സീൻ എടുക്കുന്ന സമയത്ത് അപ്പൊ പുള്ളി ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ. നമുക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് നിൽക്കുന്നു, ആർക്കും മുഖം കൊടുക്കുന്നില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ വെറുതെ എന്നെ ഇങ്ങനെ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആടെ എന്തോ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആൾക്കിങ്ങനെ ഭയങ്കര ഇതാവുന്നുണ്ട്, റെസ്റ്റ്ലെസ് ആവുന്നുണ്ട് എന്നെ കണ്ടിട്ട്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നുള്ളാൻ നോക്കി എന്നെ. അപ്പൊ നുള്ള നോക്കിയപ്പോ എന്റെ കൈ കിട്ടില്ല. അപ്പൊ പുള്ളി പറഞ്ഞു ഓ കൈയൊന്നും ഇല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഉടുപ്പാണോ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. ഇത് തന്നെയായിരുന്നു ഫുൾ ടൈം ടീസിങ് ആയിരുന്നു. പിന്നെ ബിന്ദു ചേച്ചി കുറെ കഥകൾ പറയും.
ബിന്ദു ചേച്ചി ഇങ്ങനെ പുള്ളിക്കാരി എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് കേൾക്കാൻ ഇഷ്ടമാ. അപ്പൊ ഞാൻ ചോദിക്കും, ആ ചേച്ചി എന്നിട്ട് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കായിട്ട് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള റോഷാക്കിൽ അല്ലാതെ പണ്ടത്തെ സിനിമകൾ ഇവര് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അപ്പൊ അവിടത്തെ വിശേഷങ്ങള്, പുള്ളിക്കാരിക്ക് അന്ന് പേടിയായിരുന്നു മമ്മൂക്കാനെ. അന്ന് ഇങ്ങനെ ഒന്നും പറയത്തില്ല, പുള്ളിക്കാരി ഇങ്ങനെ അഭിനയിച്ചിട്ട് മാറി നിൽക്കും എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ അതിനുശേഷം ആള് ഒരുപാട് മൂവീസ് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അത് തന്നെയായിരുന്നു മെയിൻ ഇത്. പിന്നെ അഞ്ജനയായിട്ടാണെങ്കിലും ഞാൻ നല്ല കമ്പനിയായി. ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അഞ്ജനയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ വന്നിട്ട് പറയും. നമ്മള് കാരവാനിൽ ഇരുന്ന് ഫുൾ ടൈം വിശേഷം പറച്ചില്ല. എത്രയോ നമുക്ക് ഒരു മണിക്കൂറുകളോളം വേണമെങ്കിൽ സംസാരിച്ചിരിക്കാം. ഇപ്പൊ മലയാളത്തിന്റെ മെഗാസ്റ്റാർ, അതായത് ഒരുപാട് പേർക്ക് കാണാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഒരുപാട് ആക്ടേഴ്സിന് കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരാളുടെ കൂടെയാണ് ആമിന അഭിനയിച്ചിരിക്കുന്നത്. ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തരുമോ മമ്മൂക്ക, ഇങ്ങനെ ചെയ്യ് അങ്ങനെ പറഞ്ഞു തരാറുണ്ട്? ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ. ഇപ്പൊ എന്തെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാറുണ്ട്. നമ്മുടെ പെർഫോമൻസ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സീൻ ചെയ്യണ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യ് അപ്പൊ കുറച്ചും കൂടെ ഇങ്ങനെ ആവും എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും കറക്റ്റ് ആയി. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ അത് മാത്രല്ല, ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും പുള്ളി നോട്ടീസ് ചെയ്യും. എന്റെ പല്ല് പോലും നോട്ടീസ് ചെയ്തിട്ടുണ്ട് ആള്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഷൂട്ടിന്റെ എത്രാമത്തെ ദിവസമായിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നു ഒരു ഫോർത്ത് ഡേ എങ്ങാനും ആയിട്ടുണ്ടാവുള്ളൂ. എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു അന്ന് ബ്രഹ്മയുഗം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല, ഐ ഡോണ്ട് നോ. എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു ഗോസ്റ്റ് മൂവി ഉണ്ട് വരുന്നോ, കുട്ടിപ്രദമായിട്ടൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി. അപ്പത്തേക്കും വരുന്നോ കുട്ടിപ്രദമായിട്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ എന്താ പറയണ്ടെന്ന് കളിയാക്കിയതാണോ ഒന്നും അറിയില്ല. അപ്പത്തേക്ക് പറഞ്ഞ അല്ല, അതാവുമ്പോ പിന്നെ വേറെ പല്ല് വെക്കണ്ടല്ലോ. എന്റെ കെനൈൻസ് ഭയങ്കര ഷാർപ്പാ. ഈ സൈഡിലും ഉണ്ട്, ഇത് ചെറുതായിട്ട് എനിക്കൊന്ന് എന്തോ പറ്റിപ്പോയിന്ന് തോന്നുന്നുണ്ട്. ഈ കെനൈൻ എനിക്ക് എക്ഷിപ്പല്ല് പോലത്തെ പല്ലുണ്ട്. അപ്പൊ അത് ചുരുക്കം ആൾക്കാരാണ് അത്. അതാണ് നമുക്ക് അങ്ങനെ ഇത് പല്ല് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴറിയുന്നേ. പിന്നെ ഞാൻ നമ്മുടെ ഒരു കോമ്പിനേഷൻ സീനുണ്ട്, മേജറായിട്ടൊരു ഇമോഷണൽ ഇത് വരുന്ന സമയത്ത്. അപ്പൊ അത് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു നമ്മുടെ. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. എനിക്ക് ടെൻഷൻ ആകുമ്പോൾ ഞാൻ നടക്കും, അതാണ് എന്റെ മെയിൻ ഇത്. ഞാൻ ഇപ്പൊ ഫോണിലാണെങ്കിൽ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇരുന്നോണ്ട് സംസാരിക്കുകയാണെങ്കിൽ റിലാക്സ് ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. എന്തെങ്കിലും ടെൻഷൻ ആണെങ്കിൽ അപ്പം എണീക്കും. എന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ചുമ്മാ എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്ക് വെറുതെ നിൽക്കാൻ പറ്റില്ല, ഞാൻ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോ അതൊരു വിയേർഡ് കൈൻഡ് ഓഫ് നടത്തമാണ് എന്റെ നടത്തം ചില സമയത്ത് ഇങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോ. അപ്പൊ ഇത് മുമ്മുക്ക് അവിടെ ഉണ്ട്. എന്നിട്ട് ഈ സീനിന്റെ ഇടയ്ക്ക് ബ്രേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ നടക്കാൻ തുടങ്ങി, അറിയാതെ ടെൻഷൻ. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഡയലോഗ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ ഇങ്ങനെ നടക്കുക. അപ്പൊ നടക്കുമ്പോ ആക്ച്വലി നമ്മൾ ഇപ്പൊ നടക്കുമ്പോഴത്തേക്കും കൂടുതൽ ഇങ്ങനെയാണല്ലോ നടക്കുന്നത്, ഒരു കൈ അതിന്റെ ഓപ്പോസിറ്റ് കാലായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷെ എനിക്ക് ടെൻഷൻ ആയിട്ട് നടക്കുന്നത് ചിലപ്പോ കോമഡിയാണ്. അത് എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എനിക്ക് എത്ര കോമഡിയാന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് അതുവരെ ഇത്രയും വർഷമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ നടക്കുന്ന ടെൻഷൻ അത്ര. അപ്പൊ നമ്മുടെ വാക്ക്, നമ്മുടെ എന്റെ പല്ല്, എന്റെ കെനൈൻ ടീത്ത്, എക്ഷിപ്പല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നോട്ടീസ് ചെയ്യുന്നതാണെങ്കിൽ അത്ര ഒബ്സർവന്റ് ആയിട്ടുള്ള ഒരു ആളായിരിക്കും, അത്ര കീൻ ഒബ്സർവന്റ് ആയിരിക്കണം. ആൾ അഭിനയിക്കുമ്പോ ഇങ്ങനെ അമിനെ നോക്കിക്കോ, ഇങ്ങനെയാണ് ഇമോഷൻസ് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കി പഠിക്കാറുണ്ടോ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന്? പിന്നെ നമ്മളിപ്പം നമുക്ക് പെർഫോം ചെയ്യണ സമയത്ത് ഞാൻ നല്ല രീതിയിൽ നോക്കാറുണ്ട്, എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടണം. നമുക്കിപ്പോ അതാണല്ലോ, എന്തെങ്കിലും വീട് കിട്ടിയാൽ. ബിക്കോസ് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കും, നമ്മൾ മാക്സിമം മുതലെടുക്കണം എന്ന് പറയുമ്പോൾ അവരെ ഉപദ്രവിക്കണം, അങ്ങനത്തെ മുതലെടുപ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവരുടെ എക്സ്പീരിയൻസ്, അവർ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സൂപ്പർ സ്റ്റാർസ് ആണ്, സൂപ്പർ സ്റ്റാർ ആണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ വൺസ് ഇൻ എ ലൈഫ് ടൈം ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്നത്
മാക്സിമം മുതലാക്കണം എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ ഞാൻ ഒബ്സർവ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ മമ്മൂക്ക് അതിനേക്കാളും നമ്മൾ ഒബ്സർവ് നല്ലോണം ഒബ്സർവ് ചെയ്യും. അപ്പൊ ഞാൻ വിചാരിക്കും ഞാനൊന്നും തീരെ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ എന്നെ പോലെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആള് പെർഫോം ചെയ്യണ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്, കണ്ണിലൊക്കെ നോക്കും, എങ്ങനെയാ കൈയൊക്കെ നോക്കും ഞാൻ, അങ്ങനെ അതൊക്കെ ഞാൻ ഇങ്ങനെ പഠിക്കാൻ ഞാൻ നോക്കാറുണ്ട്. ബിക്കോസ് അതൊക്കെയാണല്ലോ നമുക്ക് നമുക്ക് ആ എക്സ്പീരിയൻസിലാണ് നമ്മൾ വളരുന്നത്. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് വിത്ത് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുടെ നിന്ന് നമ്മൾ പഠിക്കണം. ശരിയാ. അതെ. ഇപ്പോൾ ഞാൻ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു 2 ദിവസം മുൻപ് ഒരു വീഡിയോ കണ്ടായിരുന്നു. മറ്റേ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ BTS കണ്ടായിരുന്നു, നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ. നമുക്ക് നല്ലൊരു ഡ്രൈവറാണ്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്ക് സീറ്റിൽ ആമിനയുണ്ട്. പിന്നെ എന്തായിരുന്നു ആ ഫീൽ? പേടിയായിരുന്നോ, ഭയങ്കര ത്രിൽഡ് ആയിരുന്നോ? കാരണം അതിലിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നൊക്കെയില്ലേ, എങ്ങനെയായിരുന്നു ആ ഒരു? എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അതേപോലെ എക്സൈറ്റഡ് ആയിരുന്നു, ബിക്കോസ് മമ്മൂക്കയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇൻ ദ സെയിം കാർ പുള്ളി ഡ്രൈവ് ചെയ്യുന്നു, നമ്മൾ ബാക്കിൽ ഇരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വണ്ടിയിലൊന്നും എന്റെ ജീവിതത്തിൽ ഇരുന്നിട്ടില്ല. ഞാൻ അതൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ അപ്പോഴും എനിക്ക് പുച്ഛോ ഇതൊക്കെ എന്തൊക്കെയാണ്. അതെ, ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര മറ്റേ ഇതല്ല, കാർ ഭ്രാന്തുള്ള ഒരാളല്ല. എനിക്ക് ഇപ്പോഴാണെങ്കിലും കുറച്ച് കാറിന്റെ പേരൊക്കെ പറഞ്ഞ ഭയങ്കര മിനിമൽ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ ഒരു ആളല്ലായിരുന്നു. എന്നിട്ട് പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല, ബിക്കോസ് ഇപ്പൊ എനിക്ക് കാണാൻ അത് ടേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടേക്ക് രണ്ടാമത്തെ ടേക്ക് അങ്ങനെ ഒരു ഇതിലല്ല, നമ്മള് പല പ്രാവശ്യവും ഇത് എടുക്കും. ഇപ്പൊ കൂടുതലും ഇത് വണ്ടിയിൽ ഇത് ഫിക്സ് ചെയ്ത് ആയിരിക്കും ഇരിക്കുന്നത് ക്യാമറ. പിന്നെ അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ടോ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ ഈ 2-3 വട്ടം ചെയ്യും. ഇതിന്ന് ഓക്കെ ആയത് അവർ കട്ട് ചെയ്ത് റോളിംഗ് ആയിരിക്കും ക്യാമറ. അപ്പൊ അങ്ങനെ ആയിരിക്കും അത് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ റിയാക്ഷൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അവർ ചിലപ്പം ഇത് ടേക്ക് കഴിഞ്ഞ ശേഷം ക്യാമറ വെക്കും. അപ്പൊ പല പ്രാവശ്യം ഇത് ചെയ്യേണ്ടി വരും. അത്രയും പ്രാവശ്യം മമ്മൂക്കയാണോ ഓടിച്ചത്? അല്ല, അത്രയും പ്രാവശ്യം മമ്മൂക്ക. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള എല്ലാ ഷോട്ട്സിനും മമ്മൂക്ക ആയിരിക്കും. പിന്നെ നമ്മുടെ റിയാക്ഷൻസ് വരുമ്പോഴത്തേക്കും ആക്ച്വലി മമ്മൂക്ക ഇരിക്കണ സ്ഥലത്തൊക്കെ ചിലപ്പോൾ ക്യാമറ ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ മമ്മൂക്കയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്താണെങ്കിൽ അഞ്ജനായിരിക്കും. അപ്പൊ നമ്മുടെ ഇപ്പൊ എന്റെയും ബിന്ദു ചേച്ചിയുടെ റിയാക്ഷൻസ് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സീറ്റിന്റെ ഇടയ്ക്ക് നടുക്കൊരു ക്യാമറ വെക്കും, അഞ്ജന ഇരിക്കണ സീറ്റിൽ ഒരു ക്യാമറ വെക്കും. ഇങ്ങനെയായിരിക്കും നമ്മുടെ റിയാക്ഷൻസ് ക്യാപ്ചർ ചെയ്യുക. അപ്പൊ അവിടുത്തെ ഫ്രണ്ടില് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് വണ്ടി ചെറുതായിട്ട് മൂവ് ചെയ്യത്തേ ഉള്ളൂ, നമ്മുടെ അടുത്ത് വെറുതെ ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിക്കാൻ പറയും. ചിലപ്പോ അങ്ങനെ ആയിരിക്കും, ചിലപ്പം പ്രോപ്പറായിട്ട് ഡ്രിഫ്റ്റ് അങ്ങനെ. അത് ഓരോ ടേക്ക് അനുസരിച്ചിട്ട്, ഒരു നീഡ് അനുസരിച്ചിട്ട്. സെറ്റിൽ ഏറ്റവും കമ്പനി ആയിട്ടുള്ള ആളാരായിരുന്നു? പെട്ടെന്ന് കണക്ട് ആയി അവസാനം വരെ, അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും ആ ഒരു കണക്ഷൻ? എനിക്ക് തോന്നുന്നു അത് അഞ്ജന ആൻഡ് ബിന്ദു ചേച്ചി രണ്ടുപേരും എനിക്ക് പെട്ടെന്ന് കണക്ട് ആയി ഭയങ്കരമായിട്ട്. നിരഞ്ജനയും അത്യാവശ്യം കണക്ഷൻ ഉണ്ട്, പക്ഷെ നിരഞ്ജനായിട്ട് എനിക്ക് അധികം കോമ്പിനേഷൻ ഇല്ല. അപ്പൊ അത് കാരണം കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു ഒരു കോമ്പിനേഷൻ എങ്ങാണ്ട് വീട്ടിലോട്ട് വരുന്ന ഒരു സീൻ മാത്രം. അപ്പം പക്ഷെ അല്ലാത്ത സമയം പുള്ളിക്കാരി സെറ്റിലേക്ക് വരും. സെറ്റിലേക്ക് ഇപ്പം അല്ലാതെ ഇപ്പൊ ആൾക്ക് വേറെ എന്തെങ്കിലും സീൻസ് ഉണ്ടാവും, അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ വരും. പക്ഷെ അതല്ലാതെ ഞാനും പുള്ളിക്കാരായിട്ടുള്ള കോമ്പിനേഷൻ കുറവായിരുന്നു. അപ്പൊ അതിന്റെ ചിലപ്പോ എന്റെ സീൻ കഴിയുമ്പോഴായിരിക്കും പുള്ളിക്കാരി കയറി വരുന്നത് പുള്ളിക്കാരുടെ സീന് വേണ്ടി. അപ്പൊ ഒരു ചെറിയ ടൈം ആയിരിക്കും നമുക്ക് സംസാരിക്കാൻ കിട്ടുന്നത്. അപ്പൊ ആ ഒരു ടൈം കൊണ്ട് സംസാരിക്കുന്നില്ല. എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു ടൈം കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെറ്റ് ആയിരുന്നു. ഇപ്പോഴും അത്യാവശ്യം കമ്പനിയൊക്കെയാണ്, പക്ഷെ കൂടുതൽ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അഞ്ജനയും ബിന്ദു ചേച്ചിയാണ് നല്ല കണക്ട് ആയിട്ടുള്ളത്. എത്ര നാളത്തെ ഷെഡ്യൂൾ ആയിരുന്നു അമ്മയ്ക്ക്? എനിക്ക് ശരിക്കും 45 ഡേയ്സ് ആയിരുന്നു ഷൂട്ട്. 45 ഡേയ്സ് ഉണ്ടായിരുന്നു. നമ്മള് മൊത്തത്തിൽ ഒരു 4 months ഷൂട്ട് പോയി. എന്നിട്ട് എന്റെ ബ്രേക്ക് ഇങ്ങനെയാണ് വന്നിട്ട്, ബിക്കോസ് ആക്ഷൻ സീക്വൻസ് ചെയ്യണ സമയത്തൊന്നും ഞാൻ ഇല്ലാത്ത ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അപ്പൊ ആ ടൈമിലൊക്കെ എനിക്ക് ഒരുപാട് ടൈം കിട്ടും. അപ്പൊ ആ ഒരു ടൈമില് ഞാൻ ചില്ല് ചെയ്യും. എന്നിട്ട് വീട്ടിലോട്ട് വരുമോ? ഞാൻ വീട്ടിലേക്ക് വരും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഞാൻ ഖത്തറിൽ പോയി. ഞാൻ ഫാമിലി അവിടെ ഉള്ളത് കാരണം ഞാൻ അങ്ങോട്ടേക്ക് പോയി. പിന്നെ അവിടെ ആയിരുന്നു. ഇപ്പൊ ഫാമിലി ഫിലിം കണ്ടോ? വീട്ടുകാരെല്ലാരും കണ്ടോ? എന്തായിരുന്നു അവരുടെ റെസ്പോൺസ്? എന്തായിരുന്നു? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പടം. പിന്നെ എന്റെ ഗ്രാൻഡ് മദർ ഒക്കെ പ്രത്യേകിച്ച് മമ്മൂക്ക ഫാൻ ആണ്, ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരിക്ക്. അപ്പൊ ആള് ശരിക്കും പറഞ്ഞാൽ ഫൈറ്റ് ഒന്നും ഒരുപാട് കണ്ടിരിക്കുന്ന ആളല്ല, ഭയങ്കര വയലൻസ് ഒന്നും കണ്ടിരിക്കുന്ന ആളല്ല. പക്ഷെ ഇത്
നല്ല രീതിയിൽ ഇരുന്ന് കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൾക്ക് ആക്ഷൻ ആണെങ്കിലും മറ്റേ കാർ സീക്വൻസസ് ഒക്കെ ആണെങ്കിലും ഷേസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എങ്ങനെ ചെയ്തു മോളെ, ഇതൊക്കെ എങ്ങനെ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് തിയേറ്ററിൽ ഇരുന്നത് കണ്ട്. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ചെയ്തു, എങ്ങനെ ചെയ്തു, ഞാൻ ഒന്ന് കാണാവോ, ഞാൻ പിന്നെ ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം. അങ്ങനെയായിരുന്നു. അപ്പൊ ആൾക്കൊക്കെ അത് ഭയങ്കര ഇതായി. ഇത് പഠിക്കുന്ന ചോദിച്ചപ്പോഴാണ് ആമിന എന്താ പഠിച്ചിരിക്കുന്നത്? ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്. എവിടെയാ പഠിച്ചിരുന്നത്? വടകര ആയിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 3rd ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ നിർത്തി, ഡ്രോപ്പ് ഔട്ട് ചെയ്തു. സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ 3rd ഇയറിൽ എന്ത് എഞ്ചിനീയറിംഗ് ആയിരുന്നു? സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് സിനിമ എന്ന് പറഞ്ഞിട്ട് ഇത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഫാമിലി എന്ത് പറഞ്ഞു? സമ്മതിച്ചോ? ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ബിക്കോസ് അവർ വിചാരിച്ചു ഞാൻ നല്ല അത്യാവശ്യം പഠിക്കാൻ വലിയ കുഴപ്പമില്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. ഇവർ വിചാരിച്ചു ഞാൻ പഠിച്ച ഡോക്ടർ ആവും അല്ലെങ്കിൽ എഞ്ചിനീയർ ആവും. ഇതൊന്നും നടന്നിട്ടില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ഒരു കരിയർ ഷിഫ്റ്റ് എനിക്ക് ഉണ്ടായി. ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഞെട്ടി. ബിക്കോസ് എന്റെ ഫാമിലിയിലാണെങ്കിലും സിനിമയിലേക്ക് ആരും വന്നിട്ടില്ല. അപ്പൊ ഇവർക്കാണെങ്കിലും ഈ കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ സിനിമയെ കുറിച്ച്. അല്ലാതെ ഇതിലെന്താ നടക്കുന്നത്, എങ്ങനെയാണ് ഒന്നും അറിയാം, എങ്ങനെ എത്തും അതൊന്നും. അതെ. അപ്പൊ അത് കാരണം ഇവർക്ക് ഭയങ്കര കൺസേൺ കൊണ്ടാണ്. അപ്പൊ ഒരു പേടിയും ഇതൊക്കെയായിരുന്നു. എന്നെ ഇതിന്ന് പിന്തിരിപ്പിക്കാനാണ് കൂടുതൽ ആൾക്കാർ നോക്കിയുള്ളത്. എന്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ എന്റെ ഫാമിലി എല്ലാവരും നോക്കിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. പിന്നെ നായികൻ ചെയ്യണ സമയത്താണ് അവർ ഓക്കെ ആയത്. ബിക്കോസ് നായകൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എപ്പിസോഡ്സ് എയർ ചെയ്യണ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവർക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞു ആ മോൾ നല്ലോണം ചെയ്യുന്നുണ്ട്, നന്നായിരുന്നു കേട്ടോ, അത് കാണുന്നുണ്ട്, പരിപാടി നല്ലതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അവർക്കൊരു സന്തോഷം. അപ്പൊ അവര് ഓക്കെ, അവൾക്ക് ഇഷ്ടമുള്ളതല്ലേ, ചിലപ്പോ അവൾക്ക് അതിനുള്ള കഴിവുണ്ടാവുമായിരിക്കും, എന്നാ അവള് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ അപ്പോഴാണ് ഓക്കെ ആയത്. പിന്നെ അപ്പൊ തൊട്ട് ഇപ്പൊ വരെ ഭയങ്കര സപ്പോർട്ട്. എന്റെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്റെ ഏറ്റവും വലിയ ഫാൻ, ഏറ്റവും വലിയ ക്രിട്ടിക്. എല്ലാം എന്താണെങ്കിലും പറയും. എന്റെ എപ്പോഴും ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഡീമോട്ടിവേറ്റഡ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയും, അയ്യോ നിന്നെ പോലെ ആര്, നീ പറ നിന്നെ പോലെ ആരുള്ള അങ്ങനെയൊക്കെ പറയോ? ബാക്കിയുള്ളവരൊക്കെ മാറി കിട്ടുക. അങ്ങനെ അപ്പൊ ഞാൻ തന്നെ ഇത്രയും ഇഷ്ടമാണോ എന്റെ ഗ്രാൻഡ് മദറിന്. അവൻ ഭയങ്കര ഇതാ. നമ്മള് ടർബോ കണ്ടു കഴിഞ്ഞ ശേഷം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഈ ആൾക്കാർ ഇങ്ങനെ ഓൺലൈൻ ഇന്റർവ്യൂ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരിങ്ങനെ ചോദിക്കണ്ടായിരുന്നു മോളുടെ ചെറുമോളുടെ പെർഫോമൻസ് കണ്ടിട്ട് അമ്മമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്നൊക്കെ. അവള് മെഡിക്കല്ലേ ഇങ്ങനെയാണോ? ഞാനിങ്ങനെ ഭയങ്കര കോൺഫിഡന്റ് എന്റെ കാര്യം. എത്രാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ എത്രയിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഫിലിമിലോട്ട് വരണം എന്നൊക്കെ അമ്മയ്ക്ക് ഒരു ആഗ്രഹം വന്നു? സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാനൊരു നാടകം പോലും പോയി സ്റ്റേജിൽ പോയി ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു. ഡാൻസ് നമ്മുടെ മമ്മി ആണെങ്കിലും എല്ലാവരും ഡാൻസ് കളിക്കും. ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ ഡാൻസ് കുറച്ച് ഇഷ്ടമായത് കാരണം അതിന്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഡാൻസിന്റെ കാര്യത്തിൽ. അല്ലാതെ അഭിനയം എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടുന്നില്ലാതെ ഒരു 2ാമത്തെ വർഷത്തിലാണ്, 2nd ഇയറിലാണ് എനിക്കിങ്ങനെ ഒരു ഓക്കെ മേ ബി ഈ ആർ ജെക്ക് എങ്ങനെ ആവുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കി എങ്ങനെ ആർ ജെ ആവുന്നത്. അപ്പൊ ഈ ഓഡിഷൻ കോൾസ് അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. ഓഡിഷൻസ് ഉണ്ട് ഇതിനൊക്കെ. അപ്പോൾ ഇതിന്റെ ആർ ജെയുടെ ഇതിന്റെ അടിയിൽ തന്നെ ഞാൻ മൂവി ഓഡിഷൻസിന്റെ ഇത് കണ്ടു. ലൈക്ക് നോക്കാം. അങ്ങനെ ഞാൻ എല്ലാത്തിനും ബയോഡേറ്റ ഒക്കെ അയച്ചു കൊടുത്തു. പക്ഷെ ആർ ജെയുടെ എനിക്ക് പോകാൻ പറ്റിയില്ല. ബിക്കോസ് ആ സമയത്ത് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു കറക്റ്റ് ആ ഒരു സമയത്ത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആർ ജെ ആയി പോയി വേറെ തന്നെ ഒരു കരിയർ ഇതിലേക്ക് പോയേനെ. പക്ഷെ എന്തോ ദൈവം എനിക്ക് വേണ്ടി അതല്ല വെച്ചിട്ടുണ്ടായിരുന്നത്, ഇതായിരുന്നു എന്നുള്ളത്. മേ ബി അങ്ങനെ ആയിരിക്കും വന്നത്, എനിക്കറിയില്ല. കറക്റ്റ് ആ സമയത്ത് എക്സാം ഉള്ളത് കാരണം ആർ ജെ സംഭവത്തിന് ഞാൻ പോയില്ല. ഇതിന് പകരം ഞാൻ കുറച്ച് ബയോഡേറ്റ ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് എന്നെ ഇവർ വിളിക്കുകയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും പിന്നെ എന്നെ ഓഡിഷൻ ചെയ്യിപ്പിച്ചൊക്കെ നോക്കുന്നത്. അന്ന് നല്ല കൂർ അഭിനയമായിരുന്നു എന്നിട്ട് പിന്നെ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നു. ഞാൻ കുറച്ച് വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ? വർക്ക്ഷോപ്സ് ആക്ച്വലി നായകന്റെ ആണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന വർക്ക്ഷോപ്പ്. അവര് നല്ല രീതിയിൽ ഗ്രൂമിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ ഫസ്റ്റ് ഫിലിം?
ഏറ്റവും ആദ്യം കുഞ്ഞു റോളാണെങ്കിലും വലിയ റോളാണെങ്കിലും ഏതാണ് ഫസ്റ്റ് അഭിനയിച്ചത്? എനിക്കൊന്ന് ക്യാരക്ടർ റോളായിട്ട് അഞ്ചാം പാതിരയാണ്, നായിക നായകൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അഞ്ചാം പാതിരയാണ്. അതിന്റെ ഇടയിൽ കൂടെ ഭീഷ്മയിലോട്ടൊന്ന് പോയായിരുന്നു. അതിന്റെ ഇടയിലല്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭീഷ്മ ചെയ്തത്. പക്ഷെ ഭീഷ്മ എന്ന് പറയാനായിട്ട് അതിൽ കാര്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ലൈക് ശ്രീനാഥ് ബാസിയുടെ ഫ്രണ്ടായിട്ട് ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അത് ശരിക്കും അത് പെട്ടെന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതെന്നാ പർദീസ എന്ന് പറഞ്ഞ സോങ്ങിലൊക്കെ? അതെ അതെ, സോങ്ങിലൊക്കെ ഉണ്ട്. അപ്പോ ഇത് ശരിക്കും പെട്ടെന്നായിരുന്നു വന്നത്. വേറൊരു കുട്ടിയായിരുന്നു റോള് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ആ കുട്ടിക്ക് പെട്ടെന്ന് ആക്സിഡന്റ് ആയി. അപ്പോ പെട്ടെന്ന് ഇവരുടെ കോണ്ടാക്ട്സിൽ രാത്രി 2 മണിക്കാണ് എനിക്ക് കോള് വരുന്നത്. 2 മണിക്ക് വിളിച്ചിട്ട് അമ്മനെ ഒന്ന് അവൈലബിൾ ആവണം, നമുക്കിങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുണ്ട്, അപ്പൊ അതാണ് ഒന്ന് ഇത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അമൽ നീരദിന്റെ പടം നേട്ടപ്പോ തന്നെ ലൈക്ക് ഓക്കെ നല്ലത്, പിന്നെ അത്യാവശ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ നമ്മൾ സീൻസിലേക്ക് വന്നപ്പോ ഷൂട്ട് ചെയ്യണ സമയത്ത് കുറെ അത് നമുക്ക് ഇത് എടുക്കാൻ ടൈമില്ല, അതൊക്കെ പോയി. അപ്പൊ പിന്നെ അത് കാരണം പിന്നെ ഇപ്പൊ നമ്മൾ പടത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ സോങ് സീൻസിലും പിന്നെ അല്ലാത്ത മരണ സീൻസിലും ഒക്കെ ആയിരിക്കും കാണുന്നത്. ഫ്രണ്ട്സ് ആയിട്ട് സപ്പോർട്ട് ചെയ്യണ സാധനങ്ങൾ അല്ലാതെ വേറെ പ്രോപ്പർ ആയിട്ടുള്ള സീൻസ് നമ്മൾ കാണത്തില്ല. ശരി. എന്തൊക്കെയാ ഫ്യൂച്ചർ പ്രൊജക്ട്സ് അല്ലെങ്കിൽ വന്ന് നിൽക്കുന്ന പുതിയ കഥകൾ? അത് ഇപ്പം ഇറങ്ങാനുള്ളത് ടർക്കിഷ് തർക്കമാണ്. ലുക്മാന്റെ കൂടെ പെയറായിട്ട് ഞാൻ ചെയ്ത ഒരു പടമാണ്. ടർക്കിഷ് എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻ ഉള്ള ഇതാണ്. ബിക്കോസ് അതിന്റെ ക്യാരക്ടറൊക്കെ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് ഒരു വിശ്വാസം. എന്നായിരിക്കും അതിന്റെ റിലീസ് ഒക്കെ? അത് ഞാൻ മെയിലാണ് ഇവര് റിലീസ് വെച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അവര് മാറ്റി, ബിക്കോസ് ഒരുപാട് പടങ്ങൾ ഉണ്ടായിരുന്നത് കാരണം അവരപ്പോ റിലീസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ മിക്കവാറും ജൂൺ ലാസ്റ്റോ ജൂലൈ ഒക്കെ ആയിട്ടായിരിക്കും, എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും കൺഫേം ആയിട്ടില്ല എപ്പോഴായിട്ടാണ് ഇവർ റിലീസ് ചെയ്യുന്നതെന്ന്. അപ്പം അത് പക്ഷെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഒരു ലിറിക്കൽ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, ഉള്ളമറിഞ്ഞ വിള എന്ന് പറഞ്ഞിട്ട് തിങ്ക് മ്യൂസിക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ് അടുത്തത് ഇറങ്ങാനോ? ഡിസ്കഷനിൽ എത്ര മൂവി ഉണ്ട് ഇനി? അങ്ങനെ എടുത്തു പറയാനായിട്ട് കുറവാണ്. ഒരു തെലുങ്ക് പടത്തിന്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ തെലുങ്കിലോട്ടാണ് അത് ഞാൻ പഠിക്കുന്നുണ്ട് അതിന്റെ പ്രോസസ്. ഞാൻ കുറച്ചൊക്കെ ഞാനിങ്ങനെ ഇപ്പൊ തെലുങ്ക് പടം ഇപ്പൊ കുറെ പടങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ട് കേരളത്തിലാണെങ്കിൽ ഹിറ്റായ കുറെ പടങ്ങളുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ കുറച്ചൊക്കെ തെലുങ്ക് പടങ്ങൾ എങ്ങനെയാണ് ഇവര് എന്താ എന്നൊക്കെ ഉള്ള ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പടങ്ങൾ ഞാൻ കാണാറുണ്ട്. അത്യാവശ്യം നല്ല പടങ്ങളുണ്ട്. അപ്പം അങ്ങനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഏതൊക്കെ ഭാഷ അറിയാം ശരിക്കും? അല്ല കേട്ടാലെങ്കിലും മനസ്സിലാവുന്നേ, അല്ലെ കുറച്ച് പറയാൻ അറിയാതെ? മലയാളം, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, തെലുങ്ക് അങ്ങനെ പറയാൻ കേട്ടാ മനസ്സിലാവും. പക്ഷെ ഏറെ കുറെ കേട്ടാ മനസ്സിലാവും. ഇത്രയൊക്കെ നാല് ഭാഷ. തെലുങ്ക് കൂടെ ആണെങ്കിൽ ഒരു 5 ഭാഷയൊക്കെ ആവും. പക്ഷെ തെലുങ്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഞാൻ മറ്റേ ചെറിയ ചെറിയ പടികൾ വെക്കുന്നുണ്ട്. അറിയത്തില്ല ഇനി എപ്പോഴാണ് ഇതൊക്കെ പഠിച്ചറിയാം. അപ്പൊ നമ്മുടെ ഏകദേശം എൻഡിലോട്ട് വരുവാണ്. ഞങ്ങളെല്ലാവരും മൂവി കണ്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, നല്ല ക്യാരക്ടറായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഇറങ്ങാൻ പോകുന്ന മൂവിയും ഇതുപോലെ തന്നെ സക്സസ് ആവട്ടെ, വിചാരിച്ച പോലെ തന്നെ എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.